ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ പറയട്ടെ, ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഓരോ കാരണത്താൽ വീഡിയോ ഇടയ്ക്ക് ഇടാൻ പറ്റാറില്ല കേട്ടോ. അമ്മയും ചെറിയമ്മയും പിന്നെ എൻ്റെ 2 മക്കളും കൂടിയിട്ട് അടി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. രണ്ടുപേരും പല ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവസാനം എന്താകുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഭാഗം അവർക്ക് വേണം കേട്ടോ. എന്തിനാണെന്നറിയോ? പൂച്ചക്കുട്ടി, പാവക്കുട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് കുറച്ച് ഗോതമ്പ് പൊടി മാറ്റി വെക്കണം. ഓഹോയ് ചക്ക വരുന്നേ ചക്ക. ഇന്ന് രാവിലെ തന്നെ 8ൻ്റെ പണി കിട്ടിയ അവസ്ഥയാണല്ലോ കേട്ടോ. രാവിലെ മിക്സിയിൽ അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ടപ്പെന്ന് ഒച്ച കിട്ടു കേട്ടോ. ചേട്ടൻ എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അകം അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ തക്കോടുവിന് ജനൽ തുടയ്ക്കണം, പിന്നെ വാതിൽ തുറക്കണം എന്ന് പറഞ്ഞൊരു തുണി എടുത്ത് വന്നിട്ടുണ്ട്. പറ്റുന്ന പണിയെടുത്താൽ പോലെ ചേച്ചി. വേണ്ട, തുടച്ചതാണ്, മതി മതി. അത് കഴിഞ്ഞ് ഉച്ചയായപ്പം ചോറ് തന്നു കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇന്ന് മത്തങ്ങ കറിയാണ്, പിന്നെ ക്യാബേജ് തോരൻ, മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ട്, കുറച്ച് തൈര്, പിന്നെ ഒരു ഉണക്ക മീൻ കേട്ടോ. എനിക്ക് മത്തങ്ങ കറീൻ്റെ കൂടെ തൈരും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ കർമ്മൂസ ഉപ്പേരി ഉണ്ടാക്കണം, അപ്പോഴും എനിക്ക് തൈര് കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇത്രയും വലിയ ആർഭാടമൊന്നുമില്ല കേട്ടോ. മിക്കപ്പോഴും ചോറും കറി ഉപ്പേരി അത്രേ ഉണ്ടാവുള്ളൂ. ഇന്ന് ഇത്തിരി കൂടുതലാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? കണ്ണൻ എന്താ വേണ്ടേ? ഇതില് കണ്ണന് കളിക്കാനുള്ള സാധനം ഇതില്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാത്തൂനും മോനും വരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയിട്ട് മീനങ്ങാടിയിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു. അവിടെ വരെ അനിയനുണ്ടായിരുന്നു, പിന്നെ അവൻ ഓഫീസിലേക്ക് പോയിട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. വെറുതെ ചുമ്മാ വയലിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. റോഡിൽ ഇറങ്ങിയപ്പോഴേക്കും ഇച്ചൂട്ടന് നടക്കാൻ ഭയങ്കര മടി കേട്ടോ. എനിക്ക് കത്തി അടിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്ന് ചോല വെട്ടാൻ ആളുണ്ടായിരുന്നേ, അവർക്ക് ഫുഡും കൊടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ. ഹായ് ഇച്ചു, ഹായ് തരൂ. ഹായ്. അപ്പോൾ നമ്മുടെ വയൽ കണ്ടല്ലോ, ഒരുപാട് വാഴകളൊക്കെ പോയിട്ടോ കാറ്റിന്. കൊലയ്ക്കാനായ വാഴയായിരുന്നു. കുറേ കൊലച്ച് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ വാഴ ഉണ്ടായിരുന്നപ്പോൾ ഞാനും ഏട്ടനൊക്കെ തന്നെയായിരുന്നു കേട്ടോ കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം എല്ലാ പണിയും ഒന്നിച്ചങ്ങായപ്പോൾ സമയം തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, തിരിഞ്ഞു വേടാ. തണുക്കുന്നുണ്ടോ? വയലിലങ്ങനെ കത്തി അടിച്ചോണ്ടിരുന്നപ്പോഴാണ് നാത്തും പറഞ്ഞത് അവളുടെ അമ്മ വീട് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. ഏട്ടൻ്റെ പെങ്ങളുടെ മോളുടെ മോളാണ് നാത്തൂൻ.
അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതാ ഞങ്ങളുടെ വാഴത്തോട്ടത്തിൻ്റെ കെട്ടിയവരുടെ അവസ്ഥയൊക്കെ കഷ്ടപ്പാട് ഞാൻ അതിനേക്കാളും കാണിച്ചു തരാം. കെട്ടിയ കൂലിയും പോയി. ഒരുപാട് വാഴ പോയിട്ടോ. ധൈര്യത്തിന് ആളെ കൂട്ടുന്നുണ്ട്. വേഗം കോട്ടെ. കൊട്ടെ കൊട്ടെ. നീ ചിരിക്കല്ലേ കാക്കൂ. ചെണ്ട കൊട്ടി പഠിക്കാം. റെഡി 1 2 3. എങ്ങനെ ചാത്തി കൊട്ടുന്നേ? എങ്ങനെ? നല്ല കുട്ടിയല്ലേ. മാമി കേട്ടില്ലല്ലോ നീ ചെണ്ട കൊട്ടുന്ന കണ്ടിട്ടില്ലല്ലോ. ഇച്ചുക്കുട്ടന് ചെണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ചെണ്ട പുറത്തിട്ടപ്പോൾ അവന് അടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരെ പരിചയമില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു അവൻ കൊട്ടാനൊന്നും നിന്നില്ല. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെണ്ടയൊക്കെ. ഇത് ഏട്ടൻ്റെ വീടാണ്. അവരവിടെ അടിച്ചു വാരലിൻ്റെ ജഗപ്പൊക്കെ തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അധികം നേരം നിന്നില്ല. പിന്നെ എന്തോ ഒരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മക്കളെയൊക്കെ കൂട്ടി വന്നല്ലേ, അതുകൊണ്ട് വേഗം തന്നെ തിരിച്ചു പോയിട്ടോ. അപ്പൊ നിങ്ങൾ സ്കൂൾ പഠിക്കുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ടില്ല ഞാൻ പഠിച്ചേ. ഞങ്ങളുടെ സ്കൂളിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ഇതൊന്നും പഠിക്കുന്നു. അതാ പന്ത് വരുന്നു. പിടിക്കുന്നതാണ് അങ്ങനെ. തട്ട് തട്ട് തട്ട്. അതെടുത്ത് വെക്കി എന്നിട്ട് അടിക്ക്. വൈകുന്നേരം ആയപ്പോൾ ഇതാ ഏട്ടനും മക്കളും കൂടിയിട്ട് പന്ത് കളിക്കുകയാണ് കേട്ടോ. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫുട്ബോൾ. ഏട്ടൻ ചെറുപ്പത്തിൽ ഭയങ്കര ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, കൂട്ടുകാരുടെ കൂടെയൊക്കെ കളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നേക്കും. ബൈ ബൈ.